ഒരിക്കല് ഖുത്ബുൽ ആലമിനെ കാണാൻ പോവാണ്. അപ്പോൾ ബീരാ മുസ്ലിയാർ എൻ്റെ അമ്മാവനെ ഊരവേദന ചെന്നു. ഞാൻ സലാം പറഞ്ഞു, കൈപിടിച്ച് മുത്തി ദ്വാരക്കാനൊക്കെ പറഞ്ഞു. ബീരാ മുസ്ലിയാർ പറഞ്ഞു, എനിക്ക് വല്ലാത്ത ഊരവേദന ഉണ്ട്, ഇനി ഊരവേദന വേണ്ട. നിങ്ങൾ മനസ്സിലാക്കണം, ഖുത്ബുൽ ആലം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ മറച്ചു വെച്ചത്, പറയാൻ കൊതിച്ചത്, ചെയ്യാൻ നനച്ചത്, അങ്ങനെ അങ്ങനെയെങ്കിൽ എന്നാഗ്രഹിച്ചത്, ഇതെല്ലാം ശൈഖുനെ പറയുമ്പോൾ, ശൈഖുനാനെ പറ്റി പറയുമ്പോൾ മനവും പകച്ചു പോകും. ശൈഖുനാന്റെ അരികത്തേക്ക് ഒരാൾ ചെല്ലുമ്പോ അതെ പറയാൻ ആഗ്രഹിച്ചത് ഇങ്ങോട്ട് പറയുന്നു. സുബ്ഹാനല്ലാഹ്. പറയാൻ ആഗ്രഹിച്ചത് ഇങ്ങോട്ട് പറയുന്നു, അതെ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇങ്ങോട്ട് പറയുന്നു. ചെയ്യണ്ട എന്ന് പറയുന്നു, ചെയ്യേണ്ടത് ചെയ്യണമെന്ന് പറയുന്നു. രോഗമുണ്ടെങ്കിൽ ഞാൻ മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നു, അത് വേണ്ട എന്ന് പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനും എൻ്റെ അമ്മാവൻ ബീരാൻ മുസ്ലിയാർ പെരുവയൽ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സിന് കട്ടെ, ഒരിക്കല് ഖുത്ബുൽ ആലമിനെ കാണാൻ പോവാണ്. അപ്പോൾ ബീരാ മുസ്ലിയാർ എൻ്റെ അമ്മാവനെ ഊരവേദന ചെന്നു. ഞാൻ സലാം പറഞ്ഞു, കൈപിടിച്ച് മുത്തി ദ്വാരക്കാനൊക്കെ പറഞ്ഞു. ബീരാ മുസ്ലിയാർ പറഞ്ഞു, എനിക്ക് വല്ലാത്ത ഊരവേദന ഉണ്ട്, ഇനി ഊരവേദന വേണ്ട. കണ്ടോ, വേണ്ട എന്ന് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ അതാ ഞങ്ങൾ താമസിക്കുന്ന പറമ്പിലേക്ക്, പഴയ കാലത്താണ്, എൻ്റെ ചെറുപ്പകാലത്താണ്, എനിക്ക് ഓർമ്മയിൽ എന്നോട് ബീരാ മുസ്ലിയാർ പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. ഖുത്ബുൽ ആലം വരുന്നു. അപ്പൊ വെള്ളരിക്ക എന്ന് പറയുന്ന വെള്ളരിക്ക ഉണ്ടാക്കുന്ന സ്കാലാണ്, അതിങ്ങനെ തിന്നു. അപ്പൊ എൻ്റെ വലിയുപ്പ ബീരാ മുസ്ലിയാരുടെ ഉപ്പാക്ക് എക്കിട്ടന്റെ രോഗം. എക്കിട്ടാന്ന് മനസ്സിലായില്ലേ? എക്കിട്ടൻ മാറാത്ത രോഗമാണ്. അതെവിടെ കാണിച്ചിട്ടും മാറുന്നില്ല. അന്നത്തെ എല്ലാ വൈദ്യന്മാരെയും ഡോക്ടർമാരെയും കാണിച്ചു മാറുന്നില്ല. അപ്പോ ഈ കക്കിരി വെള്ളരി ഇത് മുറിച്ചിടുകയാണ്. അതിങ്ങനെ തിന്നാൻ പോവാണ് വല്യപ്പ. അപ്പൊ അതിൽ നിന്നൊരു കക്കിരി ഇങ്ങോട്ട് എടുത്തിട്ട് പറഞ്ഞു, ഇനി എക്കിട്ട വേണ്ട, ഇതങ്ങോട്ട് തിന്നോളാൻ പറഞ്ഞു. പിന്നെ മരണം വരെ ആ രോഗമുണ്ടായില്ല. മനസ്സിലാക്കണം. ഞാനിത് പറയുന്നത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ മറച്ചു വെച്ചത്, പറയാൻ കൊതിച്ചത്, ചെയ്യാൻ നനച്ചത്, എല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് പറയാൻ. ഇതൊക്കെ എങ്ങനെ കഴിഞ്ഞു? ഇത് അല്ലാഹുവിന്റെ എല്ലാ പടവുകളും ചവിട്ടിക്കയറി ഞാൻ നേരത്തെ പറഞ്ഞ ശരീഅത്തിലൂടെ, തരീഖത്തിലൂടെ, ഹഖീഖത്തിലൂടെ വിലായത്തിന്റെ പട്ടം വാങ്ങിയ മഹാനവറുകൾ. ഇതാണ് ഔലിയാക്കന്മാർ. ആ ഖുത്ബുൽ ആലമിന്റെ ജീവിതം അത്ഭുതങ്ങളുടെ കലവറയാണ്. അറിവിനൊപ്പം കർമ്മങ്ങളെ പുഷ്ടിപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആരിഫീങ്ങളുടെ പദവിയിലെത്തി. കഠിന റിയാളയിലൂടെ പകല് മുഴുവനും നോമ്പ്, രാത്രി മുഴുവനും നിസ്കാരം, മിണ്ടാട്ടം കുറച്ചു, കറാഹത്തിൽ നിന്ന് വിട്ടുനിന്നു, വിലായത്തിന്റെ പട്ടം കരസ്ഥമാക്കി, മഹാത്മാക്കളുടെ ലോകത്തേക്ക് ഉയർന്നു. മഹാന്റെ കറാമത്തിന്റെ ലോകം പറയുകയാണെങ്കിൽ വലുതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ അതാ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ മഹാനവറുകള് മുന്നോട്ട് നീങ്ങുമ്പോ ആര് ചെന്നാലും ഒരു പുഞ്ചിരിയാണ്. വളരെ കുറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചുള്ള സംസാരമാണ്. പടച്ച റബ്ബേ, പിന്നെ കിതാബുകളും തുറന്നു വെച്ച് ആലോചനയാണ്. ഏതാ കിതാബ്? കൂടുതൽ കിതാബ് വായിക്കുന്ന കിതാബ് ഏതാണ്? തസവ്വുഫിന്റെ കിതാബാണെന്ന് അവിടുത്തെ ശരീക്കന്മാര് റിപ്പോർട്ട് ചെയ്യുന്നു, പറയുന്നു. അവിടുത്തെ കൂടെ ദർസിൽ പഠിച്ച മഹത്തുക്കളെ പറയുകയാണ്, ഒരങ്ങാടിയിൽ കറങ്ങുന്ന ഏർപ്പാടില്ല, ഹോട്ടലിൽ പോയി സമയം കൊല്ലലില്ല, വെറുതെ സ്വറവിട്ട് നേരം കളയലില്ല, സമയത്തിനും ആയുസ്സിനും ശ്വാസോച്ഛ്വാസത്തിനും വില കൽപ്പിച്ചു. നടക്കുമ്പോ താഴോട്ട് നോക്കി ശാന്തനായി നടന്നു. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും
ആരെങ്കിലും സലാം പറഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കി വഅലൈക്കുമുസ്സലാം എന്ന് പറയുന്നു, വീണ്ടും താഴോട്ട് നോക്കി നടക്കുന്നു. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അല്ലാഹുവിന്റെ അടിമകള് ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരാണ്. വിവരമില്ലാത്തവർ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവരോട് ഖാലൂ സലാമാ, അവരോട് നല്ലത് വരട്ടെ എന്ന് പറയുന്നവരാണ്. ഒരാളോടും വൈരാഗ്യമില്ല, ഒരാളോടും വിദ്വേഷമില്ല, ഒരാളോടും വെറുപ്പില്ല. ഇതാണ് മഹാന്മാരുടെ ജീവിതം.